ഹായ് ഓൾ, ഇന്ന് വളരെ രുചികരമായിട്ടൊരു ബ്രൊക്കോളി ഇറ്റാലിയൻ ചിക്കൻ പാസ്ത ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റിയാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. പാൻ ചൂടാകുമ്പോൾ ബട്ടർ ഇടുന്നുണ്ട്, കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചതച്ച വെളുത്തുള്ളി ചേർക്കുക. നമ്മളുടെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. ചിക്കൻ രണ്ട് സൈഡ് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് വെന്ത് കിട്ടിയാൽ മതി, അധികം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട. പാസ്ത വേവിക്കാൻ വെക്കുന്നുണ്ട്, അതിൽ ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ബ്രൊക്കോളി നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെന്തുടഞ്ഞ് പോകരുത് രണ്ടും. ഇനി ടേസ്റ്റ് ഏറിയ ഒരു വൈറ്റ് സോസാണ് ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് അതേ പാനിൽ തന്നെ അല്പം ബട്ടർ എടുത്തിട്ടുണ്ട്. ഫൈനലി ചോപ്ഡ് ഗാർലിക് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ മൈദ കട്ട പിടിക്കാണ്ടൊന്ന് ഇളക്കുക. അതിനുശേഷം 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓറിഗാനോ, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഒരു സ്ലൈസ്ഡ് ചീസ് ചേർക്കുന്നുണ്ട്. അത് നന്നായി മെൽറ്റ് ആവുന്ന വരെ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ചേർക്കുക. അങ്ങനെ ക്രീമി വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാസ്തയും ബ്രൊക്കോളിയും, ഞാൻ കുറച്ച് സ്വീറ്റ് കോണും കുറച്ച് ക്യാപ്സിക്കും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഫൈനലി നമ്മൾ മൊസറല്ല ചീസും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അതൊന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ചീസി ക്രീമി ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ചിക്കൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കാം. ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ബെസ്റ്റ് വെജ് ഓപ്ഷൻ പാസ്ത